അന്ന ഭാഗം 2. മിന്നുമോളുടെ അരികിലേക്ക് ശരവേഗത്തിൽ പാഞ്ഞെടുക്കുമ്പോൾ അന്നയുടെ കാലടികൾ ഇടറുകയായിരുന്നു. റോഡരികിലേക്ക് തെറിച്ച് വീണു കിടക്കുന്ന മിന്നുമോളുടെ അരികിലേക്ക് ഇരുന്നു. രക്തത്തിൽ കുതിർന്ന അവളുടെ മൃദുലമായ ആ കുഞ്ഞു ശരീരത്തെ ശ്രദ്ധാപൂർവം അന്ന തൻ്റെ മടിയിലേക്ക് കിടത്തി. അന്നയുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീരിന് മിന്നുമോളുടെ ശരീരത്തിൽ പടർന്ന രക്തത്തെ മുഴുവൻ കഴുകിക്കളയാൻ സാധിക്കുമായിരുന്നു. അപ്പോഴേക്കും മിന്നുവിനെ ഇടിച്ചു തെറിപ്പിച്ച കാറ് അന്നയുടെ സമീപത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. ആ നിമിഷവും രക്തത്തിൽ കുതിർന്ന കുഞ്ഞിനെ കയ്യിൽ താങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായയായി നിൽക്കുകയായിരുന്നു അന്ന. മോളെ, കുഞ്ഞുമായിട്ട് വേഗം വണ്ടിയിലേക്ക് കയറ്, നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാം. മുന്നിൽ കൊണ്ടു നിർത്തിയ കാറിൽ നിന്നും ധൃതിയോടെ ഡോറ് തുറന്നിറങ്ങിയ മധ്യവയസ്കയായ സ്ത്രീ വെപ്രാളം പൂണ്ട സ്വരത്തിൽ അന്നയോട് പറഞ്ഞു. മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അന്ന കുഞ്ഞിനെയും എടുത്ത് കാറിലേക്ക് കയറി. വേഗതയുടെ നിയന്ത്രണങ്ങൾ താണ്ടി ആ കാറ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ICUവിന് മുന്നിലെ നീണ്ട ചാരുബെഞ്ചിൻ്റെ ഒരറ്റത്തായി അന്ന എല്ലാം തളർന്നവളെപ്പോലെ ഇരുന്നു. മനസ്സിൻ്റെ ഉള്ളറകളിൽ അവളുടെ നിലവിളികൾ മുഴങ്ങുകയായിരുന്നു. ചുമലിൽ പതിഞ്ഞ കരസ്പർശമേറ്റവൾ തിരിഞ്ഞു നോക്കി. മിന്നുവിനെ ഇടിച്ച കാറിലുണ്ടായിരുന്ന ആ സ്ത്രീയായിരുന്നു അത്. അപ്പോഴാണ് അന്ന അവരെ ശ്രദ്ധിച്ചത്. നല്ല ആഠിത്യവും ഐശ്വര്യവുമുള്ള ഒരു സ്ത്രീ, മിഴികളിൽ തോരാത്ത വാത്സല്യം തുളുമ്പി നിൽക്കുന്നു. അവരന്നയ്ക്കരികിലേക്കിരുന്നു. അവളുടെ വലതു കരം കവർന്ന് അവരുടെ കൈകളുമായി ചേർത്ത് വെച്ചു. മോളെ, എൻ്റെ പേര് ആലീസ്. ഇവിടെ നിന്ന് മാറിയിട്ട് കുറച്ചടുത്തായിട്ടാണ് എൻ്റെ വീട്. പള്ളിയിലേക്ക് വികാരി അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു കാർ ഓടിച്ചത്. മോളോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും മോൾക്ക് ആശ്വാസമാകില്ലെന്നറിയാം. എങ്കിലും എൻ്റെ കുട്ടി സമാധാനമായിട്ടിരിക്കെ. കുഞ്ഞിനൊന്നും വരില്ല. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മോളോടൊപ്പം എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. ഒരു ഉറപ്പോടെ അന്നയുടെ കൈകളിൽ ആലീസ് ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ച് അന്ന ഒരു വരണ്ട പുഞ്ചിരി അവർക്ക് നൽകി. മറ്റൊരു മറുപടിയും പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. മോളെ, വീട്ടിൽ വിളിച്ചറിയിച്ചോ? ആരെങ്കിലും വരുമോ? ആലീസിൻ്റെ ആശങ്കകൾ നിറഞ്ഞ ആ ചോദ്യത്തിന് മുന്നിൽ അന്ന ഒന്ന് പതറിപ്പോയി. ഞാൻ ആരെ അറിയിക്കാനാ? ഈ ലോകത്ത് ഞങ്ങൾക്ക് തുണയായിട്ട് ആരുമില്ലെന്നോ? മനസ്സിലെ വിതുമ്പുന്ന ഒരു ഗദ്ഗതം പോലെ തൊണ്ടയിൽ വിലങ്ങി. ആലീസിൻ്റെ ചോദ്യത്തിന് മുൻപിൽ മറുപടി നൽകാൻ കഴിയാതെ അന്ന നിസ്സഹായയായി നിന്നു. പെട്ടെന്ന് തന്നെ ICUവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടറിലേക്ക് രണ്ടുപേരുടെയും ശ്രദ്ധ പോയി. അന്ന എഴുന്നേറ്റ് ഡോക്ടറിൻ്റെ അരികിലേക്ക് നടന്നു. ഡോക്ടർ, മിന്നുമോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? വെപ്രാളത്തോടെ പുറത്തേക്ക് വന്ന ആ ശബ്ദവീചികളിൽ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ തളിർത്തിരുന്നു. കുട്ടി ഇപ്പോൾ ഓക്കെയാണ്. തെറിച്ച് വീണതിൻ്റെ ആഘാതത്തിൽ തല ഇടിച്ചു മുറിഞ്ഞതുകൊണ്ട് നെറ്റിയിൽ 3-4 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. ഇപ്പോൾ ആൾ സെഡേഷൻ്റെ മയക്കത്തിലാണ്. ഉടനെ തന്നെ വാർഡിലേക്ക് മാറ്റാം. പേടിക്കാനായിട്ടൊന്നുമില്ല. ഡോക്ടറുടെ വാക്കുകൾ അന്നയുടെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശി. ആലീസ് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അന്നയെ നോക്കി. ഉച്ചയ്ക്ക് ശേഷം മിന്നുമോളെ വാർഡിലേക്ക് മാറ്റി. വേദന കൊണ്ട് അവളുടെ കുരുന്നു മുഖത്തെ വിഷാദഭാവം അന്നയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വാതിൽ തുറന്ന് കയ്യിൽ കുറച്ച് അധികം കവറുകളുമായി അകത്തേക്ക് കയറി വന്ന ആലീസിലേക്ക് അന്നയുടെ ശ്രദ്ധ തിരിഞ്ഞു. കവറുകൾ മേശമേൽ വെച്ച് മിന്നുമോളുടെ അരികിലായി ആലീസ് വന്നിരുന്നു. അവളുടെ കവിളിൽ മൃദുവായി തലോടി. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? വേദനയൊക്കെ മാറിയോ? വാത്സല്യത്തോടെ കുരുന്നു മുഖം തഴുകിക്കൊണ്ട് ആലീസ് തിരക്കി. എന്താ മോളൂസ് ഒന്നും മിണ്ടാത്തത്? മറുപടി പറയാതെ ആലീസിൻ്റെ മുഖത്തേക്ക് നിഷ്കളങ്കമായി നോക്കിക്കിടക്കുന്ന മിന്നുവിനോട് അവർ വീണ്ടും ചോദിച്ചു. അമ്മച്ചി, അവൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അന്നയായിരുന്നു അത് പറഞ്ഞത്. മനസ്സിലായില്ല എന്ന അർത്ഥത്തിൽ ആലീസ് അന്നയിലേക്ക് മിഴികൾ ഊന്നി. അമ്മച്ചി, അവൾക്ക് ജന്മനാ സംസാരശേഷിയില്ല. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എൻ്റെ കുട്ടിക്ക് കഴിയില്ല. ആ മറുപടിയിൽ ഒരമ്മയുടെ നോവ് പ്രകടമായിരുന്നു. എന്തു പറയണമെന്നറിയാതെ ആലീസ് ഒരു നിമിഷം നിശബ്ദയായി. മിന്നുമോളുടെ കവിളുകളിൽ അവർ സ്നേഹത്തോടെ ചുംബിച്ചു. പെട്ടെന്ന് വിഷയം മാറ്റിയതുപോലെ ആലീസ് ചുണ്ടിലൊരു ചിരി പടർത്തി. മോളെ,
രണ്ടാൾക്കും അമ്മച്ചി ഭക്ഷണവും മാറിയിടാൻ വേണ്ടി ഡ്രസ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. മോളുടെ സാരിയിൽ മുഴുവൻ ചോരപ്പാടുകളാണ്. ആ കവറിൽ മോൾക്ക് വേണ്ടി വാങ്ങിയ ഒരു സാരിയുണ്ട്. അത് പോയി മാറിയിട്ട് വാ. ഞാൻ മിന്നുമോളുടെ അടുത്തുണ്ടാവും. എന്തിനാ അമ്മച്ചി ഇതൊക്കെ? ഇത്രയ്ക്ക് ബുദ്ധിമുട്ടി ഇതൊക്കെ വാങ്ങണമായിരുന്നോ? മോളെ അന്നെ, നിന്റെ സ്വന്തം അമ്മച്ചി ഇതൊക്കെ വാങ്ങിത്തന്നാ നീ ഇതൊക്കെ നിഷേധിക്കുമോ? അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വിചാരിക്കാതെ മോള് പോയിട്ട് ഡ്രസ്സ് മാറ്. മാതൃസ്നേഹമറിയാത്ത അന്നയുടെ മനസ്സിൽ ആ വാക്കുകൾ സ്നേഹമഴയായി പെയ്തിറങ്ങി. അന്ന അവർ കൊണ്ടുവന്ന കവർ തുറന്ന് സാരിയുമായി ബാത്റൂമിലേക്ക് നടന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആലീസ് അവർ രണ്ടുപേരുമായിട്ട് നല്ല സൗഹൃദത്തിലായി. മിന്നുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ആത്മബന്ധം ആലീസിന് അനുഭവപ്പെട്ടു. ആ മുഖച്ഛായയും വെള്ളാരം കണ്ണുകളുമൊക്കെ മുൻപെപ്പോഴോ മനസ്സിൽ പതിഞ്ഞതുപോലെ. മോളെ, അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് വൈകി. പിന്നെ ആ കവറിനുള്ളിലൊരു പൊതിയിരിപ്പുണ്ട്. കുറച്ച് പൈസയാണ്. നേരിട്ട് കയ്യിൽ തന്നാൽ മോള് വാങ്ങുമോയെന്നറിയില്ല. അതാ കവറിൽ വെച്ചത്. എന്താ അമ്മച്ചി ഇത്? ഇപ്പം തന്നെ കുറേ ബുദ്ധിമുട്ടിയില്ലേ ഞങ്ങൾക്ക് വേണ്ടി? അന്നയുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ആലീസ് തുടർന്നു. ആലീസ് അവരുടെ ഹാൻഡ് ബാഗ് തുറന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അതിൻ്റെ മറുപുറത്തായി ഫോൺ നമ്പർ എഴുതി. ഇതെൻ്റെ ഫോൺ നമ്പറാണ്. അതിന് മറുപുറത്തായി എൻ്റെ അഡ്രസ്സുണ്ട്. മോളുടെ ജീവിതത്തിൽ എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കണ്ട. മോളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, പക്ഷേ നീ എനിക്കെൻ്റെ സ്വന്തം മോളാണ്. ആലീസ് പറഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ അന്നയുടെ നെറ്റിയിൽ ചുംബിച്ചു. അന്ന നന്ദിയോടെ അവരെ നോക്കി. അമ്മച്ചി, ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മോളെ വഴിയിൽ ഉപേക്ഷിക്കാതിരുന്നതിന്. എന്താ കുട്ടിയത്? ആലീസ് അന്നയെ സ്നേഹത്തോടെ ശാസിച്ചു. മിന്നുമോളോടും യാത്ര പറഞ്ഞ് ആലീസ് ആശുപത്രിയിൽ നിന്നിറങ്ങി. അന്നയ്ക്ക് വീണ്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മിന്നുമോളുടെ അരികിലായി ഇരുന്ന് അവളുടെ കവളിൽ തലോടി. ആലീസ് തന്ന വിസിറ്റിംഗ് കാർഡിൻ്റെ മറുപുറത്തേക്ക് നോക്കി. മാളിയേക്കൽ ഗ്രൂപ്പ്സ്. ഇന്ത്യയിലുടനീളം ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള വൻകിട കമ്പനികളിലൊന്ന്. ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ്, കൺസ്ട്രക്ഷൻ കമ്പനികൾ, സ്കൂൾ, കോളേജുകൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത സ്ഥാപനങ്ങൾ. അന്നയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുത്തു. മാളിയേക്കൽ തറവാടിൻ്റെ ഗേറ്റ് കടന്ന് ആലീസിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടു നിർത്തി. പഴമയും പുതുമയും കോർത്തിണക്കി നിർമ്മിച്ച ഒരു വലിയ ബംഗ്ലാവാണ് മാളിയേക്കൽ തറവാട്. കാറിൻ്റെ ഡോറ് തുറന്ന് ആലീസ് വീടിനുള്ളിലേക്ക് കയറി. കാറ് വന്ന ശബ്ദം കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും പടികളിറങ്ങി ഫെലിക്സ് താഴേക്ക് വന്നു. തിളങ്ങുന്ന നീല കണ്ണുകളും കട്ടിമീശയും സമൃദ്ധമായി വളർന്നു കിടക്കുന്ന താടിരോമങ്ങളുമൊക്കെയായി സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന, ആരെയും മോഹിപ്പിക്കുന്ന ആ വശ്യമായ ചിരി അവനെ ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകും. മാളിയേക്കൽ ജോർജ് മാമൻ്റെയും ആലീസ് മാമൻ്റെയും ഏക മകൻ. മാളിയേക്കൽ തറവാടിൻ്റെ ഇക്കണ്ട സ്വത്തിൻ്റെയെല്ലാം ഒരേ ഒരു അവകാശി. ജോർജ് മാമൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇക്കണ്ട സാമ്രാജ്യമെല്ലാം ആലീസ് ഒറ്റയ്ക്കാണ് നോക്കി നടത്തുന്നത്. US MBA പൂർത്തിയാക്കി വന്ന ഫെലിക്സും കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ തലപ്പത്ത്. അമ്മച്ചി രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയതാണല്ലോ. ഇത്ര നേരം ഇത് എന്നെ എടുക്കുമായിരുന്നു അവിടെ? ഉച്ചകഴിഞ്ഞ് ഫിക്സ് ചെയ്ത അർജൻറ്റ് മീറ്റിങ്ങിൻ്റെ കാര്യം പോലും അമ്മച്ചി മറന്നോ? അകത്തേക്ക് കയറി വന്ന ആലീസിനോട് ഫെലിക്സ് ഗൗരവത്തോടെ തിരക്കി. ആലീസ് ക്ഷീണിച്ച അവശയായി സെറ്റിയിലേക്ക് ഇരുന്നു. രാവിലെ മുതൽ നടന്ന കാര്യങ്ങളെല്ലാം അവരവനോട് പറഞ്ഞു. അവൾ നല്ലൊരു പെൺകുട്ടിയായിരുന്നു, അന്ന. അങ്ങനെയാണ് അവളുടെ പേര്. ഒരു കൊച്ചു മാലാഖ. നല്ല തങ്കപ്പെട്ട സ്വഭാവ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അവളുടെ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എവിടെയോ കണ്ടുമറന്ന മുഖം പോലെ, എന്തോ ഒരു മുൻജന്മ ബന്ധം പോലെ. അതൊക്കെ വെറും തോന്നലാകും. അമ്മച്ചി അവളുടെ ചരിത്രമൊക്കെ തിരയാൻ പോയോ ഈ സമയം കൊണ്ട്? അവസാനം തലവേദനയാകോ? ഒന്ന് പോടച്ചക്ക. അതൊരു പാവം കുട്ടി. വഴിയിലിട്ടേച്ച് വരാൻ തോന്നിയില്ല. അത്രയ്ക്കും കണ്ണീച്ചോരയില്ലാത്തവളല്ല നിൻ്റെ ഈ അമ്മച്ചി. ആ കൊച്ചു നിനക്ക് നന്നായിട്ട് ചേരും. പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ചേനെ, ആലീസ് സങ്കടത്തോടെ പറഞ്ഞു. എന്തായാലും അത് കാര്യമായി. ഫെലിക്സ് ചിരിച്ചുകൊണ്ട് അമ്മച്ചിയെ നോക്കി കണ്ണിറുക്കി. എന്തായാലും കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ, അതുതന്നെ വലിയ കാര്യം. ആലീസിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫെലിക്സ് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി.
അമ്മച്ചി, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഫ്ലോറിസൻ പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ തിരികെ വരാൻ വൈകും. മറുപടി ഒരു മൂളലിൽ ഒതുക്കി ആലീസ് അകത്തേക്ക് പോയി. ഫെലിക്സിൻ്റെ കാറ് മാളിയേക്കൽ തറവാടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി മോളെയും കൊണ്ട് അന്ന തിരികെ വീട്ടിലേക്ക് വന്നു. ഗേറ്റിന് മുന്നിലെ ലെറ്റേഴ്സ് ബോക്സിൽ നിന്ന് ലെറ്റേഴ്സൊക്കെ എടുത്ത് അവൾ അകത്തേക്ക് കയറി. മിന്നുമോളെ അകത്താക്കി അവൾ വാതിലടച്ച് മുറിയിലേക്ക് നടന്നു. നല്ല വേദനയും ക്ഷീണവും കാരണമാകാം അവൾ വന്ന പാടെ കിടന്നു. ഇനി തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അന്ന അടുക്കളയിലേക്ക് നടന്നു. ഓർഫണേജിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് 1 മാസം തികയുന്നു. മുൻപൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു. ഇനി മുന്നോട്ടുള്ള പഠനം, വാടക എല്ലാം കൂടി ഓർത്തപ്പോൾ അന്നയ്ക്ക് ആദിയായി. കുറേ കമ്പനികളിൽ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഒന്നും ഒരു പ്രതീക്ഷയില്ല. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ സർട്ടിഫിക്കറ്റ് അല്ലാതെ ആ ഫീൽഡിൽ പ്രവൃത്തി പരിചയം കുറവാണ്. ഓരോന്നാലോചിച്ച് അവൾ മുറിയിലേക്ക് തിരികെ നടന്നു. മേശമേലിട്ടിരിക്കുന്ന ലെറ്ററുകളിലേക്ക് നോക്കിയപ്പോൾ അതിലൊന്ന് അവളുടെ കണ്ണിലുടക്കി. മാളിയേക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രിൻ്റഡ് എൻവലപ്പ്. ആകാംക്ഷയോടെ അത് കൈകളിലേക്കെടുത്ത് അവൾ തുറന്നു നോക്കി. അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി വായിച്ച അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു നേരിയ പ്രകാശം ജ്വലിച്ചു. മാളിയേക്കൽ കൺസ്ട്രക്ഷൻസിൽ നിന്നുള്ള അപ്പോയിൻമെൻ്റ് ലെറ്ററായിരുന്നു. ജൂനിയർ ഡിസൈനിങ് എഞ്ചിനീയറായിട്ട്. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. 1 മാസം മുൻപ് ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിരുന്നു. പക്ഷെ സെലക്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ആലീസിൻ്റെ മുഖം ഓർമ്മ വന്നു. അവർക്കിതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ഇല്ല. ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 6 മാസങ്ങൾക്ക് മുൻപാണ്. ജോയിൻ ചെയ്യേണ്ട തീയതിക്ക് ഇനി 2 ദിവസം മാത്രം. ഇത്ര പെട്ടെന്ന്? അന്നയുടെ മനസ്സിൽ ആശങ്ക കൂടി. കിട്ടിയ സൗഭാഗ്യത്തെ ഓർത്ത് അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ സങ്കടങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ ഒരവസരം കിട്ടിയതാണെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ വിധി അവൾക്കായി ഒരുക്കി വച്ചിരുന്നത് മറ്റു പലതുമായിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.